അസ്സലാമു അലൈക്കും. ഖാലിദ് ക, നിങ്ങൾ കല്യാണം കഴിച്ചത് ഒരു എമിറാത്തി പെണ്ണിനെയല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ? ആളെങ്ങനെ? എന്ത് ബുദ്ധിമുട്ട്? ചിരിയോടെ അയാൾ പറഞ്ഞു. ഒരു ബുദ്ധിമുട്ടുമില്ല. പെണ്ണുങ്ങളെ എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. അവർക്ക് സ്നേഹം മാത്രം മതി. ഞങ്ങളെ വിഷയത്തിൽ അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ ഭാര്യയുടെയും എൻ്റെയും ഒരു കോൺട്രാക്ട് വിവാഹമാണ്. അവളുടെ ഉപ്പയുടെയും കുടുംബക്കാരുടെയും മാനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവൾ കാണിച്ച ഒരു ത്യാഗമാണ് വിവാഹം. ജാസ്മിൻ അത്ഭുതത്തോടെ അയാളെ നോക്കി. അയാൾ പറയുന്നത് എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. കാറ്റിൻ്റെ ശക്തി കൂടി. തണുപ്പ് ഒന്നുകൂടെ ശക്തമായതുപോലെ തോന്നി. ജാസ്മിൻ അവളുടെ ജാക്കറ്റ് ഒന്നുകൂടി അമർത്തിപ്പിടിച്ചു. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പറയാം, നമ്മളെ കോഫി ഷോപ്പിൽ എത്തിയിട്ട് പറയാട്ടോ. അവൾ പതിയെ തലയാട്ടി. തണൽ വിരിച്ചു നിൽക്കുന്ന കൂറ്റൻ മരങ്ങളുടെ താഴെ കൂടി അവർ വീണ്ടും നടക്കാൻ തുടങ്ങി. പ്രഭാത സവാരിക്ക് വരുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണെന്ന് ജാസ്മിന് തോന്നി. ചിലപ്പോൾ തണുപ്പ് കൊണ്ടായിരിക്കും എന്നവൾ ഊഹിച്ചു. രണ്ട് സ്ത്രീകൾ സംസാരിച്ചുകൊണ്ട് നടന്നു വരുന്നത് അവർ കണ്ടു. ഇവിടെ അടുത്ത് ചായയോ കോഫിയോ കിട്ടുന്ന കടകളുണ്ടോ? അവർ അടുത്തെത്തിയപ്പോൾ അവൾ ചോദിച്ചു. ആ വളവ് തിരിഞ്ഞാലൊരു ഷോപ്പുണ്ട്, സ്ത്രീകളിൽ ഒരാൾ പറഞ്ഞു. അവരോട് നന്ദി പറഞ്ഞുകൊണ്ട് രണ്ടുപേരും മുന്നോട്ട് നീങ്ങി. അത്യാവശ്യം നല്ലൊരു കോഫി ഷോപ്പായിരുന്നു അത്. രണ്ടുപേരും അകത്തേക്ക് കയറി. കോഫി ഷോപ്പിനുള്ളിൽ സുഖകരമായ ചൂടായിരുന്നു. അവർ രണ്ടുപേരും കോഫി ഓർഡർ ചെയ്തു. പിന്നെ റോഡിലേക്ക് കാണുന്ന രീതിയിലുള്ള ടേബിളിൽ ഇരുന്നു. കഴിക്കാൻ എന്തെങ്കിലും വേണോ? ചോദിച്ചത് കേട്ട് വേണ്ട എന്ന അർത്ഥത്തിൽ അവൾ തലയാട്ടി. അയാൾ അകത്തേക്ക് പോയി. നേരത്തെ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല ഖാലിദ് ക. എന്താണ്? ആകാംക്ഷയോടെ ജാസ്മിൻ പറഞ്ഞു. അതെ, മനസ്സിലാക്കാൻ ഒന്നുമില്ല. എൻ്റെ ഭാര്യയ്ക്ക് ഒരു സാധാരണ ജീവിതം നയിക്കാൻ കഴിയില്ല. അവൾക്ക് ഒരു കുഴപ്പമുണ്ട്. പിന്നെ മാനസികമായിട്ട് ഒരു കുഴപ്പമുണ്ട്. ഒരാണിൻ്റെ കൂടെ ജീവിക്കാനേ അവൾക്ക് കഴിയില്ല. അത് അവരെ കുടുംബത്തെ നന്നായിട്ടറിയാം. എന്നാൽ നാട്ടുകാരുടെ മുന്നിൽ, സമൂഹത്തിൻ്റെ മുമ്പിൽ തൻ്റെ മകൾ നാണം കെടരുത് എന്ന് അവളുടെ ഉപ്പാക്ക് നിർബന്ധമുണ്ടായിരുന്നു. താൻ കാരണം തൻ്റെ കുടുംബം സമൂഹത്തിന് മുമ്പിൽ മാനം കെടരുതെന്ന് അവൾക്കും നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത്. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല, ജാസ്മിൻ പറഞ്ഞു. സത്യത്തിൽ അവൾക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ഭാര്യ ഒരു സാധാരണ സ്ത്രീയല്ല. അവൾക്ക് മറ്റൊരു പെൺകുട്ടിയുമായി അടുപ്പം ഉണ്ടായിരുന്നു. രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചതാണ്. പഠിക്കുന്നതിനിടയിൽ അവർ അടുത്തു. രണ്ടുപേരുടെ കുടുംബങ്ങൾക്കിടയിലും അത് വലിയ സംസാര വിഷയമായി. മക്കളുടെ ആഗ്രഹങ്ങൾക്ക് കൂടെ നിൽക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. അവർക്ക് സമൂഹത്തെയും ജനങ്ങളെയും ഭയമായിരുന്നു. പേരുകേട്ട ആ രണ്ട് കുടുംബങ്ങളും തങ്ങളുടെ മക്കളെ ഇങ്ങനെയുള്ള ബന്ധം കാരണം തകർന്നു പോകുമായിരുന്നു. എന്നാൽ നാട്ടുകാരനായ ഒരാളെ കൊണ്ട് മകളെ വിവാഹം കഴിപ്പിക്കാനും അവർക്ക് കഴിയുമായിരുന്നില്ല. അങ്ങനെയാണ് ആ വിഷയം എൻ്റെ മുൻപിൽ എത്തുന്നത്. ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ഏക ഉപകാരം അവളെ കല്യാണം കഴിക്കുക എന്നത് മാത്രമായിരുന്നു. സമൂഹത്തിൻ്റെ മുമ്പിലെ ഞങ്ങൾ ഭാര്യാഭർത്താക്കന്മാർ ആയിരിക്കും. എന്നാൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ഒരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല. അതുപോലെ തന്നെയായിരുന്നു അവളുടെ പങ്കാളിയുടെ കാര്യം. അവളും ഒരു വിവാഹം കഴിച്ചു. അതും അവൾക്ക് അറിയാവുന്ന ഒരാൾ തന്നെയായിരുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ അവർ ഭാര്യയും ഭർത്താക്കന്മാരെ പോലെയൊക്കെ ജീവിക്കുന്നു. എന്നാൽ എൻ്റെ ഭാര്യയും ആ പെൺകുട്ടിയും കിട്ടിയ സമയത്തെല്ലാം ഒരുമിച്ച് കഴിയുന്നു. അവർ ദമ്പതികളെ പോലെയാണ് കഴിയുന്നത്. സത്യത്തിൽ ഞാൻ ഏകനാണ്. എന്നാൽ മറ്റുള്ളവരുടെ മുന്നിലെ ഞാൻ വലിയ ഭാഗ്യവാനാണ്. എനിക്ക് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളുണ്ട്. ഞാൻ പോലും അറിയാതെ എൻ്റെ ബാങ്കിൽ കുമിഞ്ഞുകൂടുന്നത് ഓരോ ദിവസം ലക്ഷങ്ങളാണ്. അതൊക്കെ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. അത്ഭുതം കൊണ്ട് അവൾ വാ തുറന്നു പോയിരുന്നു. അപ്പോഴേക്കും കോഫി വന്നു. രണ്ടുപേരും അത് കുടിക്കാൻ തുടങ്ങി. എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ ജീവിതം നശിപ്പിക്കുന്നത്? നിങ്ങൾക്കൊരു കല്യാണം വേറെ കഴിച്ചൂടെ? അവളുടെ ചോദ്യം കേട്ട് അയാൾ തലയാട്ടി. എൻ്റെ ഭാര്യയും അവരെ കുടുംബക്കാരും എല്ലാവരും എന്നെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്നുണ്ട്. എൻ്റെ ഭാര്യയ്ക്കാണ് ഞാൻ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ഏറ്റവും അധികം ആഗ്രഹമുള്ളത്. അവളെ ഒത്തിരി ശ്രമിച്ചു നോക്കി. പക്ഷേ ഇന്നേ വരെ ഞങ്ങൾ തമ്മിൽ ഒരു തവണ പോലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. അവൾക്ക് അതിന് കഴിയുന്നില്ല എന്നതാണ് സത്യം. എന്നോട് ഒത്തിരി സ്നേഹമുണ്ടെങ്കിലും എൻ്റെ അടുത്തെത്തുമ്പോൾ അവൾക്ക് ഒരു താല്പര്യമില്ല. അവൾ ഒരുപാട് ശ്രമിച്ചു നോക്കിയതാണ്. എനിക്കും അത് മനസ്സിലാവും. എന്നാൽ ഞങ്ങൾ തമ്മിൽ സ്നേഹമുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ സ്നേഹം അഭിനയിക്കേണ്ട കാര്യമില്ലല്ലോ. കാര്യം മനസ്സിലായതുപോലെ ജാസ്മിൻ തലകുലുക്കി. എന്തെല്ലാം അത്ഭുതങ്ങളാണ് ഈ ലോകത്ത് നടക്കുന്നത്! ഇങ്ങനെയൊരു ട്വിസ്റ്റ് അവൾ പ്രതീക്ഷിച്ചില്ല. അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ മനസ്സിലേക്ക് കയറിപ്പറ്റാൻ എളുപ്പമായിരിക്കും.
ജമാലിനെ കാണുന്നതിന് മുമ്പ് ഇയാളെ കണ്ടാൽ മതിയായിരുന്നു. ഛേ എന്നവൾ ഖേദത്തോടെ ഓർത്തു. ഇനിയും സമയം വൈകിയിട്ടില്ല എന്ന് അവൾക്ക് തോന്നി. സാവധാനം ഇയാളുടെ മനസ്സിലൊരു ഇടം നേടണം. സ്നേഹം കൊതിക്കുന്ന മനസ്സായിരിക്കും ഇയാൾക്ക്. അത് ഓർത്തതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. കോടീശ്വരനായ ഒരാളുടെ ഭാര്യ ആയിരിക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും അവൾ ചിന്തിച്ചില്ല. ഭാര്യ ആവാൻ കഴിഞ്ഞില്ലെങ്കിലും കാമുകിയെങ്കിലും ആയാൽ മതിയെന്ന് അവൾ തമാശയോടെ ഓർത്തു. ഇങ്ങനെയൊരു ജീവിതമാണ് നിങ്ങൾക്കുള്ളത് എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നിങ്ങളുടെ ഭാര്യയെ കണ്ടപ്പോൾ എത്ര സുന്ദരിയാണ് എന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. എത്ര സൗന്ദര്യം ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ. ഒരാണിന് വേണ്ടത് കൊടുക്കാൻ അവൾക്ക് കഴിയില്ലല്ലോ. അതെ, അയാൾ പതിയെ ഒന്ന് പറഞ്ഞു. അയാളെ മാനസികമായി തകർക്കുക എന്നതായിരുന്നു അവളുടെ ഉദ്ദേശം. എന്നാൽ അതൊരിക്കലും അയാൾ മനസ്സിലാക്കാനും പാടില്ല. അയാൾ അറിയാതെ തന്നെ അയാളെ തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണമെന്ന് അവൾ ഓർത്തു. ജാസ്മിൻ, ആദ്യമൊക്കെ എനിക്ക് വിഷമമുണ്ടായിരുന്നു. പക്ഷേ എല്ലാം അറിഞ്ഞുകൊണ്ടാണല്ലോ അവളെ ഞാൻ കല്യാണം കഴിച്ചത്. അപ്പോൾ പിന്നെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ ആര് വേണമെങ്കിലും വീണ്ടും കല്യാണം കഴിക്കാമെന്ന് അവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഞാനത് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ കൂടി എൻ്റെ സുഖവും സന്തോഷവും നഷ്ടപ്പെടുത്തുന്നില്ലേ അവൾക്ക് വലിയ നിരാശയുണ്ട്. എന്തായാലും അവൾ സന്തോഷവതി തന്നെയാണ്. ഏതായാലും ഇങ്ങനെയൊക്കെ ആയല്ലോ. എന്നാൽ പിന്നെ നിങ്ങളെ ഭാര്യയ്ക്ക് അവളുടെ കൂട്ടുകാരുടെ കൂടെ തന്നെ ജീവിച്ചൂടെ? ഇനി കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ. അത് പറ്റില്ല, അത് പോസിബിളല്ല. ഒന്നാമതേ അവരെ നമ്മുടെ ഇവിടെ ജീവിക്കുന്നത്. അറബ് രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വലിയ ശിക്ഷ ലഭിക്കും. ഞാൻ അവരോട് യൂറോപ്പിൽ പോയി സെറ്റിലാവാൻ പറഞ്ഞതാണ്. 1-2 വർഷങ്ങൾക്കുള്ളിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായും ഞാൻ ഫ്രീ ആകും. അപ്പോഴേക്കും നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തണം. അതെ, അതാണ് നല്ലത്. അവൾ ഒന്ന് മൂളി. തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങളെ പൂർണ്ണമായി സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയെ തന്നെ നിങ്ങൾക്ക് ലഭിക്കട്ടെ. താങ്ക്സ് ഡിയർ. അവൾ മനോഹരമായ ഒരു പുഞ്ചിരി അയാൾക്ക് സമ്മാനിച്ചു. എങ്ങനെയെങ്കിലും അയാളെ തന്നിലേക്ക് ആകർഷിക്കാനുള്ള ത്വര അവളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും എല്ലാം തെളിഞ്ഞു കാണാമായിരുന്നു. ജാസ്മിൻ, നിന്റെ കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞില്ല. അല്പം കഴിഞ്ഞപ്പോൾ ഖാലിദ് പതിയെ പറഞ്ഞു. എൻ്റേത് വലിയൊരു കഥയാണ്. കുറച്ച് സമയം കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ കോഫി കൂടി പറയാം. വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും. പക്ഷെ വൈകിയാൽ നിന്റെ ജമാലിന് ബുദ്ധിമുട്ടാകുമോ? എന്ത് ബുദ്ധിമുട്ട്? അയാൾ ഇനി 10 മണിയെങ്കിലും ആവാതെ ഉണരില്ല. എന്നും ഇതാണ് അയാളുടെ ശീലം. അതൊന്നും സാരമില്ല. ദാമ്പത്യ ജീവിതമാകുമ്പോഴേ കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിക്കണം. ജമാലിൻ്റെ ഇഷ്ടം അതൊക്കെയാണെങ്കിൽ അത് നടക്കട്ടെ. ഓരോ മനുഷ്യർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാവും. അത് തടയാൻ ശ്രമിക്കുമ്പോഴാണ് എല്ലാവരുടെയും ജീവിതം ദുരിതപൂർണ്ണമാവുന്നത്. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ നോക്കൂ ജാസ്മിൻ. എൻ്റെ ഭാര്യയുടെ ഇഷ്ടങ്ങൾ ഞാൻ തടയാൻ ശ്രമിച്ചാൽ അവളുടെ ജീവിതം ദുരിതമാവും. അതുവഴി എൻ്റേതും. ഞാൻ അവളുടെ ഒരു ഇഷ്ടത്തിനും എതിരെ നിൽക്കാറില്ല. അവൾ എൻ്റേതിനും. അവൾക്ക് ഒരു പുരുഷനെ തൃപ്തിപ്പെടുത്താനാവില്ല എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. എനിക്കും അറിയാം. എനിക്ക് വേണമെങ്കിൽ ബലമായി അവളെ പ്രാപിക്കാൻ കഴിയും. പക്ഷേ എനിക്കതിൽ സംതൃപ്തി കിട്ടില്ല. അതുകൊണ്ട് ഒരു കാര്യത്തിനും ഞാൻ അവളെ ബുദ്ധിമുട്ടിക്കാറില്ല. വെറും ശാരീരിക ബന്ധം മാത്രമല്ലല്ലോ ജീവിതം. പക്ഷേ അതും വേണമല്ലോ. ഒരു മനുഷ്യന് ഭക്ഷണം വെള്ളവും പോലെ തന്നെയാണ് അതും. നല്ല ജീവിതമുണ്ടെങ്കിൽ അയാൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും. അവൾ പറഞ്ഞു. അതെ. അയാൾ പതിയെ തലയാട്ടി. എൻ്റെ ജീവിതം ഏതാണ്ട് ഇതുപോലെ തന്നെയായിരുന്നു. എൻ്റെ ആദ്യ ഭർത്താവിനെ എന്നോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അയാളുടെ കിടപ്പിലായ ഉമ്മാക്കൊരു ബൈസ്റ്റാൻഡറായ ഒരു യുവതിയെ വേണമായിരുന്നു. ഒരു ഹോം നേഴ്സിനെ വെക്കുകയാണെങ്കിൽ അവർക്ക് ശമ്പളം കൊടുക്കണമല്ലോ. പക്ഷെ ഒരു കല്യാണം കഴിച്ചാൽ പിന്നെ ശമ്പളം കൊടുക്കേണ്ട. വീട്ടിലെ എല്ലാ ജോലികളും ഫ്രീ ആയി ചെയ്തോളും. രാത്രി 1 രൂപ പോലും ചിലവില്ലാതെ അവളുടെ ശരീരം ആസ്വദിക്കുകയും ചെയ്യാം. അയാളുടെ പദ്ധതി മനസ്സിലായപ്പോൾ ഞാൻ അയാളെ ശക്തമായി എതിർത്തു. അങ്ങനെ നിവർത്തിയില്ലാതെ അയാൾ എന്നെ ഗൾഫിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയിട്ടും അയാളുടെ താല്പര്യങ്ങൾ മാത്രമായിരുന്നു അയാൾക്ക് വലുത്. എൻ്റെ ഇഷ്ടങ്ങളെ അയാൾ അല്പം പോലും പരിഗണിച്ചില്ല. അങ്ങനെയാണ് എൻ്റെ ഇഷ്ടങ്ങൾക്ക് കൂടെ നിൽക്കുന്ന ജമാലിനെ ഞാൻ പരിചയപ്പെടുന്നതും അയാളുമായി ഇഷ്ടത്തിലാവുന്നതും. പക്ഷേ അവിടെയും ഞാൻ പരാജയപ്പെട്ടു. അവളുടെ സ്വരം ഇടറി. പതിയെ അവൾ അയാളുടെ കയ്യിൽ പിടിച്ചു. പിന്നെ സാവധാനം കൈകളിൽ തലോടി. പതിയെ അയാളുടെ രക്തം ചൂട് പിടിക്കുന്നത് അവൾ അറിഞ്ഞു. ആ തണുത്ത പ്രഭാതത്തിൽ പെൺതുടയില്ലാത്ത ഒരാളുടെ രക്തം ചൂട് പിടിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവൾക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. അല്ല, ജമാലിന് എന്താ കുഴപ്പം? ആകാംക്ഷയോടെ ഖാലിദ് ചോദിച്ചു. അയാൾ അവളുടെ കൈ വിടുവിക്കാൻ ചെറുതായി ഒന്ന് ശ്രമിച്ചു നോക്കി. പക്ഷേ അവൾ മുറുക്കി പിടിച്ചു. എന്താണ് കുഴപ്പമെന്നോ?
വശ്യമായ പുഞ്ചിരിയോടെ അവൾ ചോദിച്ചു. കുറേ കുഴപ്പമുണ്ട്. നിങ്ങളെ സുഹൃത്താണല്ലോ അദ്ദേഹം. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അതൊക്കെ എൻ്റെ വിധി, അല്ലാതെ എന്തു പറയാനാണ്. ഒരു കണക്കിന് നമ്മൾ രണ്ടുപേരും തുല്യരാട്ടോ. സ്നേഹം കിട്ടാതെ ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് കാര്യം? അയാൾ പതിയെ തലയാട്ടി. ആ വിഷയം കൂടുതൽ സംസാരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അയാൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അവൾ വേഗം കോഫി കുടിച്ച് തീർത്തു. അവർ രണ്ടുപേരും കോഫി ഷോപ്പിൽ നിന്ന് ഇറങ്ങി. ഖാലിദാണ് പണം കൊടുത്തത്. അവിടെ നിന്നും ഇറങ്ങിയതും പുറത്തെ തണുപ്പ് അവരെ പൊതിഞ്ഞു. ഇനി എന്താണ് പരിപാടി? ഖാലിദ് ചോദിച്ചത് കേട്ട് ചിരിയോടെ അയാളെ നോക്കി. എന്ത് പരിപാടി? ഇണയും തുണയും ഇല്ലാത്തവർ എന്ത് ചെയ്യാനാണ്? ജമാൽ ഒരു 10 മണിയെങ്കിലും ആവാതെ എഴുന്നേൽക്കില്ല. ഇനി 12 മണിയായാലും അയാൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഉറങ്ങുമ്പോൾ ഉണർത്തരുത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ്. ഇനി ആ സിറ്റൗട്ടിൽ എങ്ങനെ കുത്തിയിരിക്കാം. അവൾ പറഞ്ഞത് കേട്ട് അയാൾ അറിയാതെ ചിരിച്ചുപോയി. സമയം 7 മണിയാവുന്നതേയുള്ളൂ. എന്നാൽ നമുക്കൊരു റൈഡിന് പോയാലോ? പിന്നെന്താ, തീർച്ചയായും പോവാം, അവൾ വലിയ താല്പര്യത്തോടെ പറഞ്ഞു. ഖാലിദിൻ്റെ ആ വില കൂടിയ കാറിൻ്റെ കോ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുമ്പോൾ അവൾക്ക് അടക്കാനാവാത്ത ആനന്ദം തോന്നി. ഇത്രയും വിലപിടിപ്പുള്ള ഒരു കാറിൽ അവൾ ആദ്യമായി കയറുകയായിരുന്നു. ഈ കാറിന് കോടികൾ വിലമതിക്കുമെന്ന് അവൾക്ക് തോന്നി. കാർ പതിയെ പുറത്തേക്ക് പോയി. അവൾക്ക് ഒട്ടും ഭയം തോന്നിയില്ല. ജമാൽ ഉച്ചയാവാതെ എഴുന്നേൽക്കില്ല എന്ന് അവൾക്ക് നന്നായിട്ടറിയാം. ആരെങ്കിലും വിളിച്ചാൽ ഉറക്കം തടസ്സപ്പെടാതിരിക്കാനായി മൊബൈൽ സൈലൻറ്റ് മോഡിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ആന കുത്തിയാൽ പോലും അയാൾ നിൽക്കില്ല. ഒരു കണക്കിനെ നിന്നെ കണ്ടത് നന്നായി ജാസ്മിൻ, അല്ലെങ്കിൽ ഞാൻ ബോറടിച്ച് ചത്തുപോയേനെ. അയാൾ പറഞ്ഞത് കേട്ട് അവൾ ചിരിച്ചു. നിങ്ങളെ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമാണ്. എനിക്ക് മികച്ചൊരു ജീവിത നിലവാരം തരാൻ നിങ്ങൾ ഓഫർ ചെയ്ത ജോലിക്ക് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഖാലിദ്. പിന്നെ എന്നോട് സ്നേഹത്തോടെ സംസാരിക്കാനും ഒരാളായല്ലോ. അത് പറയുന്നതിനായി അവൾ ഇടം കണ്ടിട്ട് അയാളെ നോക്കി. അയാളുടെ ചുണ്ടുകളിൽ ഒരു ഇളം പുഞ്ചിരി അവൾ കണ്ടു. എന്നെ കൂടി വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാമോ? ജാസ്മിൻ വണ്ടി ഓടിക്കുമെന്നാണല്ലോ ഞാൻ കേട്ടത്. വണ്ടിയൊക്കെ ഓടിക്കും, എന്നാലും ഈ വണ്ടി ഞാൻ ഓടിച്ചിട്ടില്ല. ഇത്ര വിലപിടിപ്പുള്ള വണ്ടിയൊന്നും. അതൊക്കെ നമുക്ക് ഓടിച്ചു പഠിക്കാം. വണ്ടി ഏതായാലും ഓടിക്കുന്നതൊക്കെ ഒരുപോലെയാണ്. അയാൾ പറഞ്ഞത് കേട്ട് അവൾ ചിരിച്ചു. എന്താണ് ഇത്ര ചിരിക്കാൻ? ഒന്നുമില്ല. പിന്നെ ഇത് എൻ്റെ തോട്ടാണ് കേട്ടോ. കുറച്ച് അപ്പുറത്തേക്കുള്ള തോട്ടത്തിൽ അയാളുടെ വണ്ടി എത്തി. ഒന്ന് കയറിയിട്ട് പോവാം. വലിയൊരു എസ്റ്റേറ്റ് ആയിരുന്നു അത്. കൂടുതലൊന്നും ആലോചിക്കാതെ അവൾ തലയാട്ടി. എങ്ങനെയെങ്കിലും അയാളെ തന്നിലേക്ക് ആകർഷിക്കണം എന്നത് മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം. കാർ പതിയെ എസ്റ്റേറ്റിനുള്ളിലേക്ക് കടന്നു. ഗേറ്റ് തുറന്ന് കിടക്കുകയായിരുന്നു. അല്പം ദൂരം ഓടി അത് ചെറിയ കെട്ടിടത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നു. അപ്പോഴേക്കും ഒരാൾ കാറിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അത് അവിടുത്തെ പണിക്കാരനായിരുന്നു. ഖാലിദ് പുറത്തിറങ്ങി അയാളോട് സംസാരിച്ചു. അയാൾ ആ കെട്ടിടം തുറന്നതിന് ശേഷം പിന്നിലുള്ള താമസ സ്ഥലത്തേക്ക് പോയി. ഈ എസ്റ്റേറ്റിനോടെ എനിക്ക് വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. നമ്മളിപ്പോൾ താമസിച്ച ആ റിസോർട്ടിനേക്കാളും മികച്ച റിസോർട്ടാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ എൻ്റെ എസ്റ്റേറ്റിൻ്റെ പല ഭാഗങ്ങളിലും റിസോർട്ടുകൾ ഉണ്ടാക്കും. വിദേശികളാണ് ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നത്. അവർക്ക് ഈ എസ്റ്റേറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കും. ചപ്പ് നുള്ളത് മുതൽ ചായപ്പൊടി പാക്ക് ചെയ്യുന്നത് വരെയുള്ള പ്രോസസ്സുകൾ അവർക്ക് കാണാം. വേണമെങ്കിലേ അവർക്ക് എല്ലാത്തിനും സഹകരിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു ടൂറിസം റിസോർട്ടാണ് ഞാൻ ലക്ഷ്യമിടുന്നത്. തേയിലക്കൃഷിയെ ഒട്ടും ബാധിക്കാതെ തന്നെയാണ്. അതാണ് ഇനി എൻ്റെ അടുത്ത പ്രൊജക്റ്റ്. വിദേശികൾക്ക് അതെല്ലാം ഇഷ്ടമാണ്. പല വിദേശയാത്രയിലും ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. ഗ്രേറ്റ് ഐഡിയ. അവൾ ആത്മാർത്ഥമായി ഖാലിദിനെ അഭിനന്ദിച്ചു. അവൾക്ക് ചുറ്റും നോക്കിയപ്പോൾ അങ്ങിങ്ങായി സ്ത്രീകൾ തേയില നുള്ളുന്നത് കണ്ടു. ഈ തണുപ്പിലും ഇത്ര നേരത്തെ തന്നെ അവർ ജോലി തുടങ്ങിയെന്നവർ നോക്കി. സർ, ചായ. പിറകിൽ നിന്നും ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കി. ഒരു സ്ത്രീയായിരുന്നു അത്. ജാസ്മിന് അവളുടെ സൗന്ദര്യം കണ്ടപ്പോൾ വല്ലാത്ത അസൂയ തോന്നി. ചായ അകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. ഖാലിദ് അത് പറഞ്ഞപ്പോൾ അവളുടെ മുഖം പൂ പോലെ വിടരുന്നത് കണ്ടു. ജാസ്മിനും ഖാലിദും അകത്തേക്ക് കയറി. ഇപ്പോൾ 2 കോഫി കുടിച്ചു, ഇനിയിപ്പോൾ ചായ കൂടി വേണോ? ജാസ്മിൻ്റെ ചോദ്യം കേട്ടപ്പോൾ ഖാലിദ് പുഞ്ചിരിച്ചു. ഒന്ന് കുടിച്ചു നോക്ക്. ഈ തോട്ടത്തിലുണ്ടാക്കിയ ചായപ്പൊടി കൊണ്ടുണ്ടാക്കിയ ചായയാണ്. ഫസ്റ്റ് ഗ്രേഡാണ്. അടിപൊളിയാണ്. ആണോ? അവൾ വിടർന്ന മിഴികളോടെ ചോദിച്ചു. അയാൾ പതിയെ തലയാട്ടി. അകത്തെ സ്വീകരണ മുറിയിലെ ടേബിളിൽ ഗ്ലാസ് ജാറിൽ നല്ല കട്ടൻ ചായ വെച്ചിരിക്കുന്നു. ഏലക്ക ചേർത്തത് കൊണ്ട് അതിന് വല്ലാത്തൊരു സുഗന്ധവും ഉണ്ടായിരുന്നു. ജാസ്മിൻ അത് കുടിച്ചു.
വാവ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളി, അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. ജാസ്മിൻ ഖാലിദിൻ്റെ അടുത്തേക്ക് ഒട്ടിയിരുന്നു. പെട്ടെന്ന് അവനൊരു കോൾ വന്നു. അവൻ അവിടെ നിന്നും എഴുന്നേറ്റു. ഇത് കേട്ട് ജാസ്മിന് ദേഷ്യം വന്നു. ആരാ ഇപ്പോൾ കോൾ ചെയ്യാൻ? ഛേ, അല്ലെങ്കിലിപ്പോൾ അവനെ ഞാൻ എൻ്റെ വലയിൽ വീഴ്ത്തിയേനെ. അതും പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് നടന്നു. കുറച്ച് സമയം കൂടി കഴിഞ്ഞ് ഖാലിദ് വണ്ടിയിലിരുന്ന് ഹോണടിക്കുന്നു. ജാസ്മിൻ വണ്ടിയുടെ അരികിലേക്ക് പോയി. ഖാലിദ് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് അവൾക്ക് നേരെ കൈ കാണിച്ചു. അവൾ വന്ന് വണ്ടിയിൽ കയറി. ഇപ്പോൾ തന്നെ പോവാണോ? അതെ, എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണം. ഞാനേ ജാസ്മിനെ റിസോർട്ടിൽ വിടാം. വേണമെന്നില്ല, ഞാൻ ഓട്ടോ വിളിച്ച് പോയിക്കോളാം. എന്നെ പോകുന്ന വഴിയിലെ ഇറക്കി വിട്ടാൽ മതി. അവൾക്ക് ദേഷ്യം വന്നു എന്ന് ഖാലിദിന് മനസ്സിലായി. അവന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. എങ്കിലും അവളെ റിസോർട്ടിൽ തന്നെ വിടാമെന്ന് അവൻ കരുതി. അത് ശരിയല്ലല്ലോ ജാസ്മിൻ, ഞാൻ നിന്നെ റിസോർട്ടിൽ നിന്നല്ലേ കൂട്ടിയത്. അത് പിന്നെ അവിടെ തിരിച്ചു വിടേണ്ട ഉത്തരവാദിത്വം എനിക്കാണല്ലോ. അവൾ പതിയെ തലയാട്ടി. നല്ല ദേഷ്യമുണ്ടായിരുന്നെങ്കിലും അവൾ അത് പുറത്തേക്ക് കാണിച്ചില്ല. ഖാലിദ് പൊന്മുട്ടയിടുന്ന താറാവാണ് എന്ന് അവൾക്ക് മനസ്സിലായി. അയാളോട് ദേഷ്യം കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല. അയാൾക്ക് വേണമെങ്കിൽ ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ കിട്ടും. അയാൾക്കിപ്പോൾ തന്നോട് കുറച്ച് താല്പര്യമുണ്ട്. അത് കളയാതെ സൂക്ഷിക്കുകയാണ് വേണ്ടത്. മികച്ച ഒരു അവസരം കിട്ടിയാൽ അയാളെ താൻ കീഴ്പ്പെടുത്തുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ആയിക്കോട്ടെ, എന്നെ റിസോർട്ടിൽ വിട്ടാൽ മതി. അവൾ രണ്ടും കൽപ്പിച്ച് അയാളെ ഇടത്തെ കൈ പിടിച്ചു. ഖാലിദ് റിസോർട്ടിൻ്റെ അകത്തേക്ക് വണ്ടി കയറ്റില്ല. റിസോർട്ടിൻ്റെ ചുറ്റുമതിലിന് പുറത്താണ് അയാൾ വണ്ടി നിർത്തിയത്. ജാസ്മിൻ വണ്ടിയിൽ നിന്നിറങ്ങി ഡ്രൈവിംഗ് സീറ്റിൻ്റെ അടുത്ത് വന്നു. അയാളോട് ടാറ്റ പറഞ്ഞ് അവൾ റൂമിലേക്ക് പോയി. കിടപ്പ് രോഗികൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ആ ചോദ്യത്തിന് മുമ്പിൽ നബീസുവിന് ഒന്നും പറയാനില്ലായിരുന്നു. നിങ്ങൾക്ക് കഴിയില്ലെങ്കിലേ ഞങ്ങളെ എന്നെ വിളിച്ചാൽ പോലായിരുന്നോ? സാബി ഇവിടെ ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് വരാതിരുന്നത്. ഞങ്ങളെന്നും നനച്ച് വൃത്തിയാക്കി തുടച്ച് പൗഡർ ഇട്ട് കൊടുക്കുന്നതാണ്. പുറത്ത് ഇങ്ങനെ മുറിവാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ആബിദ എങ്ങനെയൊക്കെ പറഞ്ഞു. അയാൾ അവളെ തറപ്പിച്ചു നോക്കി. സ്ഥലത്തെ പ്രമാണിയാണ് അയാൾ. അധ്യാപകനായി റിട്ടയർ ചെയ്തതാണ്. മൊയ്തീൻ ഹാജിയുടെ സുഹൃത്തു കൂടിയാണ്. ഇയാൾ 6 മാസമായി നാട്ടിലില്ലായിരുന്നു. ഇന്നലെ രാവിലെയാണ് വന്നത്. വന്ന ഉടനെ തന്നെ മൊയ്തീൻ ഹാജിയെ സന്ദർശിക്കാൻ വരികയും ചെയ്തു. വന്നപ്പോഴാണ് അയാൾക്ക് ഹാജിയാരുടെ അവസ്ഥ മോശമാണെന്ന് മനസ്സിലായത്. മുൻപ് ഹാജിയാർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നത് പാലിയേറ്റീവിൻ്റെ പ്രവർത്തകരായിരുന്നു. പിന്നീട് സാബി എല്ലാം പഠിച്ചു. അവളെല്ലാം ചെയ്യും എന്ന് മനസ്സിലായപ്പോൾ അവർ പിന്നീട് വരാതായി. അതൊക്കെ നോക്കണം, പിന്നെ എന്നും ചെയ്യും എന്ന് പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായിട്ടോ. ഞാൻ അത്രയ്ക്ക് പൊട്ടനൊന്നുമല്ല. ആ കിടക്കുന്നത് എൻ്റെ ആരുമല്ല, പക്ഷെ നിൻ്റെ ഉപ്പയാണ് കേട്ടോ. നിൻ്റെ ഉമ്മയെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആബിദ. അവർക്ക് അത്ര ബുദ്ധിയേ ഉള്ളൂ എന്ന് എനിക്കറിയാം. ആബിദക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. മാഷ് പറയുന്നത് മുഴുവൻ കേൾക്കുക എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല എന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. സാബി വീട്ടിലുണ്ടായിരുന്നെങ്കിൽ നിൻ്റെ ഉപ്പാക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും വരുമായിരുന്നില്ല. ഇതിപ്പോൾ പുറം മുഴുവനും പൊട്ടി മുറിവായി, ചില ഭാഗങ്ങളിൽ പഴുത്തു തുടങ്ങി. എന്തായാലും നിങ്ങളിവിടെ ഉണ്ടല്ലോ, നല്ല ആൾക്കാരാ. എന്താ ചെയ്യുക, ഇതുപോലത്തെ മക്കളുണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. എന്തായാലും പാലിയേറ്റീവിൻ്റെ ആൾക്കാർ വരുന്നുണ്ട്. ഇനി ഉപ്പയുടെ കാര്യം അവൾ നോക്കിക്കോളും. എന്തായാലും ആ പാവം പിടിച്ച പെണ്ണിനെ ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടപ്പോൾ എല്ലാവർക്കും സമാധാനമായില്ലേ? അപ്പോഴും ആരും ഒന്നും മിണ്ടിയില്ല. നിൻ്റെ പുന്നാര മോനെ ഞാനൊന്ന് കാണുന്നുണ്ട് നബീസോ. അന്ന് എല്ലാവരും അവളെ കെട്ടണ്ട എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ താല്പര്യം അവളാണെന്ന് മനസ്സിലാക്കി കൂടെ നിന്നവനാണ് ഞാൻ. ഇപ്പോൾ വേറെ ഏതൊരു പെണ്ണിന് വേണ്ടി അവൻ കാട്ടിക്കൂട്ടിയതൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. നബീസു ദേഷ്യത്തോടെ ആബിദയെ നോക്കി. നീ എപ്പോഴാണ് ഇതൊക്കെ പറഞ്ഞു കൊടുത്തത് എന്നായിരുന്നു ആ നോട്ടത്തിൻ്റെ അർത്ഥം. എന്നാൽ ഞാനല്ല എന്ന അർത്ഥത്തിൽ കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു. അപ്പോഴേക്കും മുറ്റത്തൊരു വണ്ടി വന്ന് നിന്നു. അതിൽ നിന്ന് 3 പേർ ഇറങ്ങി. അവർ നേരെ ഹാജിയയുടെ മുറിയിലേക്കായിരുന്നു പോയത്. മാഷും അവരുടെ കൂടെ ചെന്നു. അതോടെ നബീസു ആബിദയുടെ അടുത്തേക്ക് ചെന്നു. നിൻ്റെ ഉപ്പക്ക് ഇത് എന്ത് കേടാണടി? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ പോരെ? ഇവരെ നമുക്ക് വിളിക്കാമായിരുന്നല്ലോ. ആബിദ ഒന്നും പറഞ്ഞില്ല. ഇന്നലെ തന്നെ ഉപ്പയുടെ പുറത്തെ മുറിവുകൾ അവൾ കണ്ടതാണ്. അതിൽ നിന്ന് പഴുപ്പ് പുറത്തേക്ക് വരുന്നുണ്ട്. അത് അവൾ കാണാത്തതുപോലെ നിന്നതാണ്. 2 ദിവസം കഴിയുമ്പോൾ മാറിക്കോളുമെന്ന് അവൾ കരുതി. ഇനിയിപ്പോൾ എല്ലാവരും മറിയടി. ഈ മാഷെ നിനക്ക് അറിയാഞ്ഞിട്ടാണ്. അയാൾ എല്ലായിടത്തും പോയി പാടി നടക്കും. ഒന്ന് പതുക്കെ പറ ഉമ്മ.
ഏതായാലും ഉപ്പയുടെ കാര്യം ഇനി അവർ നോക്കിക്കോളല്ലോ. അല്ലെങ്കിൽ ഉമ്മാക്കൊക്കെ ഒന്ന് നോക്കിക്കൂടെ? ഞാൻ മുറിവൊക്കെ മാറിക്കോളും. ഇനി ഉമ്മ ഒന്നും മിണ്ടാതിരി. ഞാൻ ഒന്ന് പോയി കിടക്കട്ടെ, വല്ലാത്ത ക്ഷീണം. അവർക്ക് ചായയോ വെള്ളമോ എന്താണ് വെച്ചാലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കട്ടോ. ഉമ്മ പറഞ്ഞത് കേട്ട് ആബിദ കനത്തിലൊന്ന് മൂളി. ആബിദ അവർ ഉപ്പയുടെ മുറി വൃത്തിയാക്കുന്നത് വാതിൽക്കലിൽ നിന്ന് നോക്കി. ഉപ്പ വേദന കൊണ്ട് ഇടയ്ക്കിടെ നിരങ്ങുന്നുണ്ട്. സാബി ഇല്ലേ ഇവിടെ? ആബിദ വന്ന് നോക്കുന്നത് കണ്ടപ്പോൾ ആ കൂട്ടത്തിലെ പ്രായമുള്ള സ്ത്രീ ചോദിച്ചു. ഇല്ല, വിളിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നി അവളുണ്ടായിരുന്നെങ്കിലേ ഈ ഉപ്പാക്ക് ഈ ഒരു അവസ്ഥയൊന്നും വരില്ലായിരുന്നു. കിടപ്പ് രോഗികളെ എന്ത് ചെയ്യണമെന്ന് അവൾക്ക് നന്നായിട്ടറിയാം. നീ എന്നെ വന്നോ? 2 ദിവസമായി. അവർ ഒന്ന് മൂളി. എല്ലാ ദിവസവും ദേഹം നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കണം കേട്ടോ. മുറിവ് വൃത്തിയാക്കാൻ ഞങ്ങൾ വരാം. ഒരു മുറിവ് നല്ലതുപോലെ പഴുത്തിട്ടുണ്ട്. നോക്കാത്തത് കൊണ്ടാണ്, പാവം, വലിയ കഷ്ടമായി. ആബിദ ഒന്നും മിണ്ടാതെ അത് കേട്ടു നിന്നു. അവൾക്ക് ജാസ്മിനോട് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി. അവൾ ജമാലിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ലായിരുന്നെങ്കിൽ സാബിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഉപ്പാൻ്റെ കാര്യങ്ങളൊക്കെ അവൾ നോക്കൂലായിരുന്നു എന്ന് അവൾ ഓർത്തു. അങ്ങനെയാണെങ്കിൽ ഈ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലായിരുന്നു. എല്ലാത്തിനും കാരണം ആ ജാസ്മിനാണെന്ന് അവൾക്ക് തോന്നി. അവൾക്കൊരു പണി കൊടുക്കണമെന്ന് ആബിദയുടെ മനസ്സ് മന്ത്രിച്ചു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.